ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പഠന പരമ്പരയുടെ 11ാം ഭാഗത്തിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. കഴിഞ്ഞ 2-3 ഭാഗങ്ങളായി നാം 2ാം അധ്യായം സാഖ്യയോഗമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2ാം അധ്യായത്തിലെ 11ാം ശ്ലോകത്തിൽ തുടങ്ങുന്ന ഗീതോപദേശത്തിന്റെ ആദ്യ 4 ശ്ലോകങ്ങളാണ് കഴിഞ്ഞ ഭാഗത്തിൽ ചർച്ച ചെയ്തത്. ദേഹം അഥവാ ശരീരം, ദേഹി അഥവാ ആത്മാവ്, ഈ വിഷയത്തെയും ആത്മാവിൻ്റെ പ്രത്യേക സവിശേഷതകളെയും കുറിച്ചുള്ള കൃഷ്ണന്റെ അഭിപ്രായങ്ങളാണ് ഈ തുടക്ക ശ്ലോകങ്ങളിൽ നാം കണ്ടത്. 2ാം അധ്യായത്തിലെ 11 മുതൽ 30 വരെയുള്ള 20 ശ്ലോകങ്ങളിലും ഇതേ വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത്. ഈ ശ്ലോകങ്ങളൊക്കെ ആത്മമഹിമയാണ് വർണ്ണിക്കുന്നതെങ്കിലും അർജുനന്റെ വിഷാദചിന്തകൾക്കുള്ള താത്വികമായ മറുപടികളും അവയ്ക്കുള്ളിൽ അടക്കം ചെയ്തിട്ടുണ്ടെന്ന് കാണാവുന്നതാണ്. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീരം ജഡമാണെന്നും അതിനാൽ തന്നെ അത് നശ്വരമാണെന്നും ഈ ജഡവസ്തുവിനെ സചേതനമാക്കുന്ന അനശ്വരമായ ഊർജമാണ്, ബോധമാണ് ആത്മാവെന്നും നാം കണ്ടുകഴിഞ്ഞു. നശ്വരമായ ശരീരമല്ല, അനശ്വരമായ ആത്മാവാണ് ഉണ്മയെന്നും അത് നശിക്കാത്ത സ്ഥിതിക്ക് ഇവിടെ ആരും മരണപ്പെടുന്നില്ലെന്നും മരണപ്പെടുന്നത് കേവലം ജഡശരീരങ്ങൾ മാത്രമാണെന്നും താത്വികമായി പറഞ്ഞു കഴിഞ്ഞു. ശരീരത്തിൽ കൗമാരവും യൗവനവും ജരയും വരുന്നത് പോലെയുള്ള ഒരു മാറ്റം മാത്രമാണ് ദേഹാന്തരപ്രാപ്തിയെന്നും ബുദ്ധിമാൻ അതിൽ മോഹിക്കുന്നില്ലെന്നും ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ വിപരീത ഭാവങ്ങൾ ഉണ്ടാകുന്നുവെന്നും വന്നും പോയും ഇരിക്കുന്ന അനിത്യങ്ങളായ അതിനെയൊക്കെ ക്ഷമയോടെ സഹിച്ചുകൊണ്ട് കഴിയുകയാണ് ബുദ്ധിമാൻ ചെയ്യേണ്ടതെന്നും ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞു. ബന്ധുമിത്രാദികളെ കണ്ട് മമതാബന്ധത്താൽ ആവേശിതനായി സ്വകർമ്മം അനുഷ്ഠിക്കാൻ മടിച്ചു നിൽക്കുന്ന അർജുനന് കാര്യങ്ങളുടെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ അയാളെ വർദ്ധിത വീര്യത്തോടെ ധർമ്മയുദ്ധത്തിന് സന്നദ്ധനാക്കാനായി ഋഷിപ്രോക്തങ്ങളായ ആർഷഭാരത ദർശനങ്ങളെയാണ് ഗീതാകാരൻ ഇവിടെ കൃഷ്ണനിലൂടെ പ്രയോഗിക്കുന്നത്. ദുഃഖം എന്ന ഇരുട്ടകറ്റാനായി ജ്ഞാനം എന്ന വെളിച്ചം പകരുന്ന വേദാന്ത സമ്പ്രദായമാണ് ഇത്. വെളിച്ചമുണ്ടായിക്കഴിഞ്ഞാൽ, അതായത് ബോധം ഉണർന്നു കഴിഞ്ഞാൽ കാര്യങ്ങളെ അതാതിൻ്റെ യഥാർത്ഥ സ്വഭാവത്തിൽ കണ്ട് അംഗീകരിക്കാൻ കഴിയും. ആ കഴിവ് അർജുനനിൽ സൃഷ്ടിക്കുന്നതിലേക്കായുള്ള ഉപദേശമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അർജുനന് മാത്രമുള്ള ഉപദേശമല്ല, വിവിധ കാരണങ്ങളാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചെന്നുപെട്ട് കർത്തവ്യവിമുഖരാകുന്ന എല്ലാ മനുഷ്യർക്കുമായുള്ള ഉപദേശമാണ്. 2ാം അധ്യായം ശ്ലോകം 14 വരെയാണ് നാം ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് ഭഗവാൻ തുടർന്ന് പറയുന്നത് കേൾക്കാം. 15ാം ശ്ലോകം. യം ഹി ന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സദുഃഖസുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. അർത്ഥം: പുരുഷശ്രേഷ്ഠ, സുഖദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനും ധീരനുമായ ഏതൊരു പുരുഷനെ ഇവ ദുഃഖിപ്പിക്കയില്ലയോ അവൻ അമൃതത്വത്തിന് അധികാരിയായിത്തീരുന്നു. ശ്ലോകം 16. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ്ത്വനയോസ്ത്വത്വദർശിഭിഃ. ഇല്ലാത്തതിന്, അതായത് അസത്തിന്, ഉണ്മയില്ല. ഉള്ളതിന്, അതായത് സത്തിന്, അഭാവവും അറിയപ്പെടുന്നില്ല. ഈ രണ്ടിന്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. അർജുന വിഷാദത്തിലെ കേവലമായ ലൗകികതയിൽ നിന്നും ഗഹനമായ തത്വദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ആത്മീയതയിലേക്കുള്ള വലിയ മുന്നേറ്റമാണ് സാഖ്യയോഗത്തിൽ നാം കാണുന്നത്. ആത്മവിഷയവുമായി സാമാന്യ പരിചയമെങ്കിലും ഇല്ലാത്ത ഒരാൾക്ക് 2ാം അധ്യായം മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടാകുമെന്ന് ഞാൻ കഴിഞ്ഞ ഭാഗങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു. വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും വായിക്കുകയും പഠിക്കുകയുമാണ് ഇതിനുള്ള പരിഹാരമാർഗം. പ്രത്യേകിച്ചും ഈ വിഷയത്തെയൊക്കെ വൈകാരിക ഭക്തിയായി കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളവർ. ഇന്ന് ഞാൻ ഒരു ഭഗവത്ഗീത സംവാദം കേൾക്കാനിടയായി. അപ്പോൾ എനിക്ക് തോന്നിയത്, എത്ര യുക്തിരഹിതമായിട്ടാണ് വിഷയം അറിയാമെന്ന് പറയുന്ന ആളുകൾ പോലും ഇതിനെ അവതരിപ്പിക്കുന്നത്.
വിവേകപൂർവമായിട്ട് അപഗ്രഥിച്ച് മനസ്സിലാക്കേണ്ട വിഷയങ്ങളെ വികാരപരമായി അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, ആ വിഷയം ആകെ തെറ്റിദ്ധരിക്കാനിടയാകുകയുമാണ്. നമ്മുടെ സമൂഹത്തിൽ ഗീതയ്ക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളിൽ മിക്കതും ഇത്തരം തെറ്റിദ്ധാരണകളാൽ ഉണ്ടാകുന്നതല്ലേ എന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയി. ശരി, നമുക്ക് ഇപ്പോൾ ചൊല്ലിയ 2 ശ്ലോകങ്ങൾ, അതായത് 15, 16 ശ്ലോകങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാം. സുഖദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനും ധീരനുമായ ഏതൊരു പുരുഷനെ ഇവ ദുഃഖിപ്പിക്കയില്ലയോ അവൻ അമൃതത്വത്തിന് അധികാരിയായിത്തീരുന്നു എന്നാണ് 15-ാം ശ്ലോകത്തിൽ നാം കണ്ടത്. ഇവ ദുഃഖിപ്പിക്കയില്ല എന്നിവിടെ പറയുന്നതിലെ ഇവയെ 14-ാം ശ്ലോകത്തിൽ നാം കണ്ട വിപരീത ഭാവങ്ങളായി മനസ്സിലാക്കാം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത എന്ന് തുടങ്ങുന്ന 14-ാം ശ്ലോകത്തിൽ നാം ചർച്ച ചെയ്ത കാര്യത്തെ ഒന്ന് ഓർത്തിടുക. ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും തമ്മിലുള്ള ബന്ധത്തിലൂടെ വിപരീത ഭാവങ്ങൾ, അതായത് സുഖം, ദുഃഖം, ലാഭം, നഷ്ടം, അഭിമാനം, അപമാനം തുടങ്ങിയവ ഉണ്ടാകുമെന്നും അതൊക്കെ വന്നും പോയും ഇരിക്കുന്ന കാര്യങ്ങളാണെന്നും അസ്ഥിരങ്ങളായ അതിനൊന്നും അമിത പ്രാധാന്യം കൊടുക്കാതെ സ്ഥിരമായ ആത്മബോധത്തിൽ ഉറച്ചു നിൽക്കാനാണ് ശ്രമിക്കേണ്ടതെന്നുമാണ് 14-ാം ശ്ലോകത്തിൽ നിർദ്ദേശിച്ചിരുന്നത്. ഈ വിപരീത ഭാവങ്ങളെ സമമായി കാണാൻ കഴിയുന്നവനും ധീരനുമായ പുരുഷനെ ഇവയൊന്നും ദുഃഖിപ്പിക്കുകയില്ല എന്നാണ് തുടർന്നു വരുന്ന 15-ാം ശ്ലോകത്തിൽ നാം കാണുന്നത്. അങ്ങനെ വിപരീത ഭാവങ്ങളെ സമമായി കാണാൻ കഴിയുന്നയാൾ അമൃതത്വത്തിന് അധികാരിയായി തീരുമത്രേ. എന്താണ് ഇപ്പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ദ്രിയ മനോതലത്തിൽ അല്ലെങ്കിൽ വൈകാരിക തലത്തിൽ ഏത് വിഷയത്തിനും വിപരീത ഭാവമുണ്ടാകും. ഇഷ്ടവും ഇഷ്ടക്കേടും അങ്ങനെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന വിപരീത ഭാവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നിയന്ത്രിക്കാറുള്ളതും നമ്മുടെ ജീവിതം അസ്വസ്ഥജനകമാക്കുന്നതും. ഇന്ന് ഇഷ്ടം തോന്നുന്ന കാര്യത്തോട് നാളെ വെറുപ്പ് തോന്നും. ഇന്ന് ലാഭം കിട്ടിയത് നാളെ നഷ്ടത്തിലാകും. അപ്പോൾ ഈ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും എല്ലാം പുറകെ പോയി മനസ്സ് വളരെ അസ്വസ്ഥജനകമായി കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ സ്ഥിരതയില്ലാത്ത ഈ ഭാവങ്ങളിൽ കുടുങ്ങിക്കിടന്നാൽ മനുഷ്യന് ഒരു മനസ്സമാധാനവും ഉണ്ടാകാൻ സാധ്യതയില്ല. വിപരീത വിഷയങ്ങളെ സമമായി കാണുക എന്ന് പറഞ്ഞാൽ ഇഷ്ടവും ഇഷ്ടക്കേടെന്നും രണ്ടില്ല, ഒന്നേയുള്ളൂ എന്നാണ് അർത്ഥം. അതായത് ഒരു വിഷയത്തെ ഇഷ്ടവും ഇഷ്ടമില്ലായ്മയിലും കൂടെ നോക്കുകയല്ല, ഒരു വിഷയത്തെ അതായി കാണാൻ കഴിയുന്ന അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കാര്യത്തെ അതായി കാണാൻ കഴിയുന്ന മാനസികാവസ്ഥ സൃഷ്ടിക്കാൻ എങ്ങനെ കഴിയും? നാളെ മുതൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാമെന്ന് ചിന്തിച്ചാൽ മതിയോ? അത് നടക്കുന്ന കാര്യമാണ്? അല്ലേ അല്ല. മനസ്സ് അതിന് സമ്മതിക്കുകയില്ല. മനസ്സിന് മേൽ ബുദ്ധിയുടെ നിയന്ത്രണമുണ്ടായാൽ മാത്രമേ ഇത് സാധിക്കൂ. ബുദ്ധിപൂർവ്വം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സുഖവും ദുഃഖവുമെല്ലാം വന്നും പോയും ഇരിക്കുന്ന കാര്യങ്ങളാണെന്നും അതിൽ മനസ്സുടക്കിയല്ല ജീവിക്കേണ്ടതെന്നും ജീവിതത്തിന് ഒരു സ്ഥിരബോധമാണ് ആവശ്യമെന്ന് അപ്പോൾ നമുക്ക് മനസ്സിലാകും. ചുരുക്കത്തിൽ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും മേൽ ബുദ്ധിയുടെ നിയന്ത്രണമുണ്ടാകുമ്പോൾ വിപരീത ഭാവങ്ങൾ അകന്നു മാറി എല്ലാത്തിനെയും അതാതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയും എന്നാണ് ഇപ്പറഞ്ഞതിൻ്റെ അർത്ഥം. ഇങ്ങനെ വിവേകപൂർവം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുന്നവൻ അമൃതത്വത്തിന് അധികാരിയാകുമെന്ന് കാവ്യാത്മകമായി പറഞ്ഞിരിക്കുകയാണ്. സ്ഥിരബോധം അല്ലെങ്കിൽ ആത്മബോധത്തിലൂന്നിയ ഉറച്ച കാഴ്ചപ്പാട് എന്നേ ഈ അമൃതത്വം എന്ന പ്രയോഗത്തെ നാം മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി 16-ാം ശ്ലോകത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. നാസതോ വിദ്യതേ ഭാവോ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകം മുൻപ് ചൊല്ലിയതാണ്. അതിൻ്റെ അർത്ഥം ഇല്ലാത്തതിന്, അതായത് അസത്തിന് ഉണ്മയില്ല, ഉള്ളതിന്, അതായത് സത്തിന് അഭാവവും അറിയപ്പെടുന്നില്ല. ഈ രണ്ടിൻ്റെയും യാഥാർത്ഥ്യം തത്വദർശികൾ കണ്ടറിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സത്തും അസത്തും? നമുക്കൊന്ന് നോക്കാം. മുമ്പില്ലാത്തതും മേലിൽ ഇല്ലാതായി തീരുന്നതും എന്നാൽ ഇപ്പോൾ ഉള്ളതായി കാണപ്പെടുന്നതും എന്തോ അതാണ് അസത്ത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയാം. മുമ്പില്ലാത്തതും മേലിൽ ഇല്ലാതായി തീരുന്നതും
എന്നാൽ ഇപ്പോൾ ഉള്ളതായി കാണപ്പെടുന്നതും എന്തോ അതാണ് അസത്ത്. നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെയുള്ളതാണ്, അതാണ് അസത്ത്. മൂന്ന് കാലത്തും മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്തോ അത് സത്ത്. ഇത് ആത്മാവിനെക്കുറിച്ച് ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ശ്ലോകത്തെ മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം എടുക്കാം. കുട്ടികൾക്ക് പ്രിയങ്കരമായ മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിലുള്ള ബിസ്ക്കറ്റുകൾ ഉണ്ടല്ലോ. തൻ്റെ ഇഷ്ടമൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രൂപത്തിലുള്ള ബിസ്ക്കറ്റായിരിക്കും ഒരു കുട്ടിക്കിഷ്ടം. അതേ കഴിക്കൂ എന്നവൻ നിർബന്ധം പിടിക്കും. വായിലിട്ടാൽ അപ്പോൾ മറയുന്ന ആ അയഥാർത്ഥമായ അല്ലെങ്കിൽ അൺറിയലായ രൂപമാണ് ബിസ്ക്കറ്റ് എന്നാണ് അവൻ ധരിച്ചിരിക്കുന്നത്. എന്നാൽ പ്രായം ചെന്ന ഒരാളിന് ബിസ്ക്കറ്റിൻ്റെ രൂപങ്ങളിലൊന്നും വലിയ താല്പര്യം കാണില്ല. ഏത് രൂപത്തിലുള്ളത് കഴിച്ചാലും ഉള്ളിൽ ചെല്ലുന്നത് അതിൻ്റെ എല്ലാം നിർമ്മാണ വസ്തുവായ ഗോതമ്പാണെന്ന് അയാൾക്ക് തിരിച്ചറിയാം. അതായത് കുട്ടികൾക്കില്ലാത്ത തിരിച്ചറിവും ബോധവും പ്രായമായ ഒരാൾക്കുള്ളത് കാരണം അയാൾക്ക് സത്യത്തെയും മിഥ്യയെയും തിരിച്ചറിയാൻ കഴിയുന്നു. ഈ ഉദാഹരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കുട്ടികൾ ബിസ്ക്കറ്റിന്റെ രൂപങ്ങളെ കണ്ട് ഭ്രമിക്കുന്നത് പോലെ നാമെല്ലാം ചുറ്റും കാണുന്ന നാമരൂപങ്ങളെ കണ്ട് ഭ്രമിച്ച് അതെല്ലാമാണ് ഉണ്മയെന്ന് വിചാരിച്ചിരിക്കുകയാണ്. രൂപമല്ല, ഗോതമ്പാണ് ബിസ്ക്കറ്റിന്റെ ഉണ്മയെന്നറിഞ്ഞ് അനുഭവിക്കുന്നത് പോലെ നമ്മിലെ മാറ്റമില്ലാത്ത സത്യമാണ് ആത്മാവെന്നറിയുകയും അതിനനുസരിച്ച് ജീവിക്കുകയുമാണ് വേണ്ടത്. സാധാരണ മനുഷ്യർക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകില്ലെങ്കിലും തത്വദർശികൾ ഇതെല്ലാം കണ്ടറിഞ്ഞിട്ടുള്ളവരാണ്. ചുരുക്കി പറഞ്ഞാൽ അർജുനൻ ബോധപൂർവം ചിന്തിച്ച് സത്യത്തെയും മിഥ്യയെയും വേർതിരിച്ചറിഞ്ഞ് അനശ്വരമായ സത്യത്തിന്റെ മാർഗത്തിൽ മുന്നേറണമെന്നാണ് ഈ പറയുന്നത് കൊണ്ടെല്ലാം കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നമുക്ക് അല്പം കൂടി ചിന്തിച്ചു നോക്കാം. അതായത് നാം ചുറ്റും പലതിനെയും കാണുന്നുണ്ട്. അത് മുൻപ് ഉണ്ടായിരുന്നില്ല, ഇപ്പം നമുക്ക് കാണുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ കാണുന്നുണ്ട്, നാളെ അതവിടെ കാണുകയില്ല. ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ കടലിലെ തിരമാലകൾ. ഈ തിരമാലകളെ ആദ്യം അവിടെ ഇല്ല, പിന്നെ നമ്മുടെ മുമ്പിൽ അത് കാണും, കുറച്ച് കഴിയുമ്പോൾ അത് മറഞ്ഞു പോകും. ഇതുപോലെ തന്നെ ഒരു മനുഷ്യൻ പണ്ട് ഇവിടെ ഇല്ലായിരുന്നു, ഇപ്പം മനുഷ്യനായിട്ട് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്, നാളെ അദ്ദേഹം കാണില്ല. അപ്പോൾ ഇതിനെയാണ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം, ഇതിനെയാണ് അസത്തെന്ന് ഈ വേദാന്ത ഭാഷയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മാറ്റമുള്ളതാണ്, ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷേ സത്തെന്ന് പറയുന്നതല്ല, അത് എന്നും അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം ഈ സത്ത് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ ഉണ്മയായിരിക്കും. അതാണ് പറഞ്ഞത്. ബിസ്ക്കറ്റ് എന്ന് പറയുന്നതിൻ്റെ രൂപങ്ങളാണ് ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ. അത് കുട്ടികൾ വിചാരിക്കും ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ അതാണെന്ന്. പക്ഷേ ബിസ്ക്കറ്റ് എന്താണെന്ന് ഒരു പ്രായമായി ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്ന ഒരാൾക്ക് മനസ്സിലാകും. ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഏത് രൂപത്തിലുള്ള ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാലും അതിൻ്റെ നിർമ്മാണ വസ്തുവായിട്ടുള്ളത് ഗോതമ്പാണെന്നും അതുകൊണ്ടാണ് ശരീരത്തിന് പ്രയോജനം ഉണ്ടാകാൻ കഴിയുന്നതെന്നും അല്ലാതെ ഈ രൂപങ്ങൾ കൊണ്ടല്ല നമുക്ക് ഗുണമുണ്ടാകുന്നതെന്നും അത് പ്രായമായ ഒരാൾക്ക് മനസ്സിലാകും. അപ്പം ഈ നാമവും രൂപവും ഒന്നുമല്ല പ്രധാനം, അതിനെയൊക്കെ സൃഷ്ടിക്കുന്നത് എന്താണോ അതാണ് പ്രധാനം. അപ്പം ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ നമുക്ക് ചുറ്റും കാണുന്ന ഈ പഞ്ചഭൂതാത്മകമായ കാര്യങ്ങളെ കണ്ടിട്ട് അതിലെല്ലാം ഭ്രമിച്ച് നമ്മളിരിക്കുകയാണ്. കുട്ടികൾ പല മൃഗങ്ങളുടെയും പക്ഷികളുടെയും രൂപത്തിലുള്ള ബിസ്ക്കറ്റിനെ കണ്ടിരിക്കുന്നത് പോലെ. അതുപോലെയാണ് അർജുനൻ്റെയും സ്ഥിതി. അർജുനൻ കുറച്ച് ജഡശരീരങ്ങളെ കണ്ടിട്ട് ഭീഷ്മരാണ്, ദ്രോണരാണ്, എൻ്റെ അപ്പൂപ്പനാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ മിത്രങ്ങളാണെന്നൊക്കെ ധരിച്ച് വശായിരിക്കുകയാണ്. പക്ഷേ ഇതിനെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉണ്മയായിരിക്കുന്നത് എന്താണ്? അത് ആത്മാവാണ്. ആ ആത്മാവിനെ കാണുന്നില്ല. ആ ആത്മാവിനെ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നീ കുട്ടിത്ത ലെവലിൽ നിൽക്കുകയാണ്. നിൻ്റെ ആത്മീയ തലം ഉയർന്നിട്ടില്ല. അതുകൊണ്ട് നീ ആത്മീയ തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാകും അവിടെയൊന്നുമല്ല കാര്യം. അതിനെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം, അവിടേക്കാണ് ഊന്നൽ നൽകേണ്ടത്. ആ ശാശ്വതമായ ആ സത്യം നിലനിൽക്കുന്നതിന് അല്ലെങ്കിൽ ആ സത്യത്തിലേക്ക് നോക്കിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യേണ്ടത്. അതായത് എന്നും നിലനിൽക്കുന്നതും ഈ ലോകത്തിന് ആവശ്യമുള്ളതും ലോകാനുഗ്രഹകാരിയായ കാര്യങ്ങൾക്കാണ് നാം ശ്രമിക്കേണ്ടത്. അല്ലാതെ വന്നും പോയും ഇരിക്കുന്ന കാര്യങ്ങളിലൊക്കെ മനസ്സുടക്കി അതിൻ്റെയൊക്കെ പുറകെ പോയി അത് നൽകുന്ന ദുഃഖവും സുഖവും എല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് കഴിഞ്ഞ് കഷ്ടപ്പെട്ട് ജീവിച്ച് മരിക്കുകയല്ല ആവശ്യം. നമുക്ക് നിത്യവും സ്ഥിരവുമായി ഇവിടെ എന്താണോ ഉള്ളത്, എന്തിനാലാണോ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അവിടേക്ക് നമ്മുടെ മനസ്സ് ഊന്നി നിന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്ത്
അങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു താല്പര്യമാണ്. അത് അർജുനനെ മനസ്സിലാക്കിക്കാനാണ് ഈ വേദാന്ത തത്വങ്ങളെയെല്ലാം ഇവിടെ ഗീതാകാരൻ ഉപയോഗിക്കുന്നത്. അർജുന, ധർമ്മമാണ് പ്രധാനം, ധർമ്മമാണ് ലോകത്തിനെ നിലനിർത്തുന്നത്. അപ്പോൾ നീ ഇവിടെ എത്തിയിരിക്കുന്നത് ധാർമ്മികമായ ഒരു യുദ്ധം ചെയ്യാനാണ്. രാജ്യം പിടിച്ചടക്കാനോ ആരെയെങ്കിലും കൊല്ലാനോ ഒന്നുമല്ല നീ ഇവിടെ എത്തിയിരിക്കുന്നത്. ധർമ്മ സംസ്ഥാപനത്തിനായിട്ടാണ്. ധർമ്മമാണ് ഈ ലോകത്തിനെ നിലനിർത്തുന്നത്. അങ്ങനെ ലോകത്തിനെ നിലനിർത്തുന്ന ആ മഹത് കാര്യത്തെ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്ന നീ വന്നും പോയും ഇരിക്കുന്ന, ഇന്ന് കാണുന്നതും നാളെ കാണാത്തതും ആയ അസ്ഥിരങ്ങളായ വിഷയങ്ങളുടെ പിറകെയെല്ലാം പോയിട്ട് സ്ഥിരമായുള്ളത്, അല്ലെങ്കിൽ ഈ ലോകത്തിനെ നിലനിർത്താൻ ഉപകരിക്കുന്നതായ ആ കർമ്മത്തിനെ നീ മുറുകെ പിടിച്ചുകൊണ്ട് അതിലേക്കാണ് നിന്റെ ദൃഷ്ടി കൂന്നേണ്ടത്. അതല്ലാതെ നീ വ്യക്തിപരമായ ചിന്തകളിലേക്കല്ല പോകേണ്ടത്. കാരണം നിന്നെപ്പോലൊരു ശക്തൻ ഈ ലോകത്തിനെ നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ശ്രമിക്കേണ്ടത്. ഇത് അർജുനനോട് മാത്രമല്ല, മനുഷ്യരേവരോടും കൂടി പറയുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാം. കാരണം നാം എല്ലാം വളരെ ചെറിയ ചെറിയ വ്യക്തിപരമായ വിഷയങ്ങളിലാണ് നമ്മുടെ സമയമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ലോകത്തിൽ. പക്ഷേ ഈ ലോകം നിലനിൽക്കുന്നത് എങ്ങനെയാണ്? പല പല ആളുകളും ധാർമ്മികമായ പല കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് മനുഷ്യ, നീയും നിന്നാൽ കഴിയുന്ന കാര്യങ്ങൾ, ഈ ലോകത്തിനെ നിലനിർത്തുന്നതിലേക്ക് ഉപകരിക്കുന്നതായ കാര്യങ്ങൾ നീയും ചെയ്യൂ എന്നുള്ള ഒരു ആഹ്വാനമാണ് ഗീതാകാരൻ ഭഗവത്ഗീതയിലൂടെ, വേദാന്ത തത്വങ്ങളിലൂടെ അർജുനനോടുള്ള ഈ ഉപദേശങ്ങളിലൂടെ നൽകുന്നതെന്ന് നമുക്ക് ന്യായമായും ചിന്തിക്കാം. ശരി, ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ഞായറാഴ്ച കാണാം. നമസ്കാരം.